സൊസൈറ്റി ആൻഡ് ഇക്കോണമി ഇൻ മിഡീവൽ ഇന്ത്യ. സമൂഹവും സമ്പത്തും മധ്യകാല ഇന്ത്യയിൽ. ഈ പാഠഭാഗത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് മധ്യകാലഘട്ടത്തിലെ കാർഷിക പുരോഗതിയെക്കുറിച്ചും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ വാണിജ്യ പുരോഗതിയെക്കുറിച്ചും അതിനെ തുടർന്ന് പട്ടണങ്ങളുടെ വളർച്ചയെക്കുറിച്ചും അവസാന ഭാഗത്തിൽ സമൂഹത്തിൻ്റെ ഘടനയെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഈ ഭാഗത്തിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. തുടക്കം തന്നെ നൽകുന്നത് അഗ്രികൾച്ചർ പ്രോഗ്രസ് ഇൻ മിഡീവൽ ഇന്ത്യ, മധ്യകാല ഇന്ത്യയിലെ കാർഷിക പുരോഗതിയെക്കുറിച്ചാണ്. ഇബൻ ബത്തുത്ത ട്രാവൽ ടു ഇന്ത്യ ഇൻ ദ 40th century ഹാസ് ഡിസ്ക്രൈബ്ഡ് ദ അഗ്രികൾച്ചർ പ്രോഗ്രസ് ഓഫ് ഇന്ത്യ ഇൻ ഹിസ് വർക്ക് കിതാബുൽ റിഹ്ല. അപ്പോൾ മധ്യകാലഘട്ടത്തിൽ പ്രത്യേകിച്ച് 14ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ഒരു മൊറോക്കൻ സഞ്ചാരിയാണ് ഇബൻ ബത്തുത്ത. അദ്ദേഹം ഇന്ത്യയിലെ കാർഷിക പുരോഗതിയെക്കുറിച്ച് തൻ്റെ ഗ്രന്ഥമായിട്ടുള്ള കിതാബുൽ റിഹ്ല എന്ന ഗ്രന്ഥത്തിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഇബൻ ബത്തുത്ത ട്രാവലർ ടു ഇന്ത്യ ഇൻ ദ 40th century ഹാസ് ഡിസ്ക്രൈബ്ഡ് ദ അഗ്രികൾച്ചർ പ്രോഗ്രസ് ഓഫ് ഇന്ത്യ ഇൻ ഹിസ് വർക്ക് കിതാബുൽ റിഹ്ല. അപ്പോൾ കിതാബുൽ റിഹ്ല ആരുടെ ഗ്രന്ഥമാണെന്ന് ഓർമ്മയിലുണ്ടാവണം? ഇബൻ ബത്തുത്തയുടെ. In this book it is mentioned that there were 3 harvests in a year. ഈ ബുക്കിൽ അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നു ഇന്ത്യയിൽ 3 വിളവെടുപ്പ് കാലമുണ്ടെന്ന്. In this book it is mentioned that there were 3 harvests in a year. Paddy, wheat, barley, sugarcane, cotton, oil seeds and indigo were the മേജർ ക്രോപ്സ്. അക്കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട വിളകളായിരുന്നു നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്കൾ, നീലം ഇവയൊക്കെയായിരുന്നു മുഖ്യമായിട്ടും ഇന്ത്യയിൽ കൃഷി ചെയ്തിരുന്നതും എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് തൻ്റെ കൃതിയായിട്ടുള്ള കിതാബുൽ റിഹ്ലയിൽ. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ഈ ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് ഇബൻ ബത്തൂത്തയാണ്. മൊറോക്കൻ സഞ്ചാരിയാണ് അദ്ദേഹം. 14ാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നത്. അദ്ദേഹം തൻ്റെ ഗ്രന്ഥമായിട്ടുള്ള കിതാബുൽ റിഹ്ല എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പരാമർശിക്കുന്നു ഇന്ത്യയിൽ 3 വിളവെടുപ്പ് കാലമാണ് ഉണ്ടായിരുന്നതെന്നും കൂടാതെ നെല്ല്, ഗോതമ്പ്, ബാർലി, ഷുഗർ കെയിൻ, കരിമ്പ്, എണ്ണക്കുരുക്കൾ, നീലം ഇവയൊക്കെ കൃഷി ചെയ്തിരുന്നതായിട്ടും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ഇബൻ ബത്തൂത്തയുടെ കോൺട്രിബ്യൂഷൻ എന്ന് സൈഡിൽ എഴുതിയിടുക. ഇബൻ ബത്തൂത്തയുടെ സംഭാവന എന്ന് സൈഡിൽ എഴുതിയിട്ടേക്കാം. കോൺട്രിബ്യൂഷൻ ഓഫ് ഇബൻ ബത്തുത്ത. ഇനി നമ്മൾ അടുത്ത ഭാഗമാണ് ദ റൂളേഴ്സ് പ്രൊവൈഡഡ് ആൾ ഫെസിലിറ്റീസ് ഫോർ അഗ്രികൾച്ചർ പ്രോഗ്രസ്. ഭരണാധികാരികൾ കാർഷിക വികസനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നു. ദ റൂളേഴ്സ് പ്രൊവൈഡഡ് ആൾ ഫെസിലിറ്റീസ് ഫോർ അഗ്രികൾച്ചർ പ്രോഗ്രസ് ടു എക്സ്റ്റെൻഡ് കൾട്ടിവേഷൻ. കൃഷി വിപുലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ടു എക്സ്റ്റെൻഡ് കൾട്ടിവേഷൻ ബാൽബൻ ദ സുൽത്താനേറ്റ് റൂളർ, സുൽത്താനേറ്റ് ഭരണാധികാരിയായിട്ടുള്ള ബാൽബൻ അലോട്ടഡ് ഡോബ് റീജിയൻ ടു ഫാമേഴ്സ്. ദോബർ റീജിയൻ എന്ന് പറയുന്നത് ഗംഗയ്ക്കും യമുനയ്ക്കും ഇടയിലുള്ള ഭൂപ്രദേശമാണ് ദുവാബ് പ്രദേശം. ആ ദുവാബ് പ്രദേശം ആർക്ക് കൊടുത്തു? കർഷകർക്ക് നൽകി. എന്തിനു വേണ്ടിയിട്ടാണ്? കൃഷി വിപുലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. ടു എക്സ്റ്റെൻഡ് കൾട്ടിവേഷൻ ബാൽബൻ ദ സുൽത്താനേറ്റ് റൂളർ അലോട്ടഡ് ഡോബ് റീജിയൻ ടു ഫാമേഴ്സ്. അപ്പോൾ നമ്മൾ ദുവാബ് പ്രദേശം ആരാണ് കൊടുത്തത്? ബാൽബനാണ്. സുൽത്താനേറ്റ് ഭരണാധികാരിയായിട്ടുള്ള ബാൽബൻ ദുവാബ് പ്രദേശം കർഷകർക്ക് കൊടുത്തു കൃഷി വിപുലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു ഭരണാധികാരിയാണ്, അദ്ദേഹവും നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിലെ ഒരു തുഗ്ലക് വംശത്തിൽ ഉൾപ്പെട്ട ഒരു ഭരണാധികാരിയാണ് ഫിറോസ് ഷാ തുഗ്ലക്. ഫിറോസ് ഷാ തുഗ്ലക് സാങ്ഷൻഡ് മണി ഇൻ അഡ്വാൻസ് ടു ദ പെസൻസ് ഫോർ ഡിഗിങ് വെൽസ് ടു ഫെസിലിറ്റേറ്റ് ഇറിഗേഷൻ. അപ്പോൾ ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കിണറുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കർഷകർക്ക് മുൻകൂറായി പണം നൽകി. ഫിറോസ് ഷാ തുഗ്ലക് സാങ്ഷൻഡ് അനുവദിച്ചു മണി ഇൻ അഡ്വാൻസ് മുൻകൂറായിട്ട് ടു ദ പെസൻസ് ആർക്കാണ്? കർഷകർക്ക് നൽകി. ഫോർ ഡിഗിങ് വെൽസ് ടു ഫെസിലിറ്റേറ്റ് ഇറിഗേഷൻ. അപ്പോൾ ജലസേചന സൗകര്യത്തിന് വേണ്ടി കിണറുകൾ നിർമ്മിക്കാൻ കർഷകർക്ക് മുൻകൂറായി പണം നൽകി ഫിറോസ് ഷാ തുഗ്ലക്. കനാൽസ് വെർ കൺസ്ട്രക്റ്റഡ് ടു ക്യാരി വാട്ടർ ഫ്രം ദ യമുന ടു ഫാംലാൻഡ്സ്. കൂടാതെ അദ്ദേഹം ചെയ്തത് കനാലുകൾ നിർമ്മിച്ചു. എവിടേക്ക് വെള്ളം കൊണ്ടുവരാനാണ്? യമുന നദിയിൽ നിന്നും ഫാംലാൻഡിലേക്ക്, കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കനാലുകൾ നിർമ്മിച്ചു. യമുന നദിയിൽ നിന്നും കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കനാലുകൾ നിർമ്മിച്ചു. കോൺസിക്വൻ്റ്ലി അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ആൻഡ് വെൽത്ത് ഇൻക്രീസ്ഡ്. ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് ഉൽപ്പാദനവും സമ്പത്തും വർദ്ധിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ഭാഗം പറഞ്ഞത് റൂളേഴ്സിൻ്റെ കോൺട്രിബ്യൂഷനാണ്, ഭരണാധികാരികളുടെ സംഭാവന എന്നുള്ളൊരു ഭാഗമാണ്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇബൻ ബത്തുത്തയുടെ സംഭാവനയാണ് മനസ്സിലാക്കിയത്. രണ്ടാമത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് ആരെക്കുറിച്ചാണ്? 2 ഭരണാധികാരികളെ കുറിച്ച്, ഒന്ന് ബാൽബനെ കുറിച്ചും മറ്റൊന്ന് ഫിറോസ് ഷാ തുഗ്ലക്കിനെ കുറിച്ചും. അപ്പോൾ ആദ്യം നമ്മളിവിടെ പറഞ്ഞത് ടു എക്സ്റ്റെൻഡ് കൾട്ടിവേഷൻ ബാൽബൻ ദ സുൽത്താനേറ്റ് റൂളർ, സുൽത്താനേറ്റ് ഭരണാധികാരിയായിട്ടുള്ള ബാൽബൻ അലോട്ടഡ് ഡോബ് റീജിയൻ ടു ഫാമേഴ്സ്. ഡോബ് പ്രദേശം എന്ന് പറയുന്നത് ഗംഗയ്ക്കും യമുനയ്ക്കും ഇടയിൽ കിടക്കുന്ന പ്രദേശമാണ്. അത് ആർക്ക് നൽകി? കർഷകർക്ക് നൽകി.
അടുത്തത് രണ്ടാമത്തെ ഭരണാധികാരിയാണ് ഫിറോസ് തുഗ്ലക്ക്. ഫിറോസ് തുഗ്ലക്ക് സാങ്ഷൻഡ് മണി ഇൻ അഡ്വാൻസ്, മുൻകൂറായിട്ട് നൽകി ഫോർ ഡിഗിങ് വെൽസ് ടു ഫെസിലിറ്റേറ്റ് ഇറിഗേഷൻ. ജലസേന സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കിണറുകൾ നിർമ്മിക്കാൻ കർഷകർക്ക് മുൻകൂറായി പണം അനുവദിച്ചു. കൂടാതെ കനാൽസ് വെർ കൺസ്ട്രക്റ്റഡ്, കനാലുകൾ നിർമ്മിച്ചു ടു ക്യാരി വാട്ടർ ഫ്രം ദ യമുന ടു ഫാം ലാൻഡ്സ്, യമുന നദിയിൽ നിന്നും ഫാം ലാൻഡ്സ് അഥവാ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കനാലുകൾ നിർമ്മിച്ചു. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ എല്ലാം ഭാഗമായിട്ട് കോൺസിക്വൻ്റ്ലി അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ആൻഡ് വെൽത്ത് ഇൻക്രീസ്ഡ്, അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് അതുപോലെ ഉൽപ്പാദനവും സമ്പത്തും വർദ്ധിച്ചു. അപ്പോൾ ഈ പാരഗ്രാഫ് നമ്മൾ രണ്ട് കാര്യങ്ങളായിട്ട് തിരിച്ചത്, ഒന്ന് ഇബൻ ബത്തൂത്തയുടെ സംഭാവനയെക്കുറിച്ചും മറ്റൊന്ന് റൂളേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ. റൂളേഴ്സ് ആരൊക്കെയാണ്? ഒന്നാമത്തത് ബാൽബൻ, രണ്ടാമത്തെ ഫിറോസ് തുഗ്ലക്ക്. അടുത്ത ഭാഗം അബുൾ ഫാസലിനെ കുറിച്ചാണ്. അബുൾ ഫാസൽ ഡിസ്ക്രൈബ്സ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പാഡി കൾട്ടിവേറ്റഡ് ഇൻ ഡൽഹി ആൻഡ് ബംഗാൾ. അപ്പോൾ ബംഗാളിലും ഡൽഹിയിലും വ്യത്യസ്ത തരം കൃഷി ചെയ്തിരുന്ന നെല്ലുകളെ കുറിച്ച് അദ്ദേഹം ആര് പറയുന്നുണ്ട്? അബുൾ ഫാസിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ അബുൾ ഫാസിൽ ഡിസ്ക്രൈബ്സ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പാഡിയുടെ നെല്ലിൻ്റെ വ്യത്യസ്ത ഇനം കൃഷി നടത്തിയിരുന്നുവെന്ന് ആര് പറയുന്നുണ്ട്? അബുൾ ഫാസിൽ. അബുൾ ഫാസിൽ ഡിസ്ക്രൈബ്സ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പാഡി കൾട്ടിവേറ്റഡ് ഇൻ ഡൽഹി ആൻഡ് ബംഗാൾ ഇൻ ഐനി അക്ബാരി. അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ് നമ്മൾ ഐനി അക്ബാരി. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയാണ് അബുൾ ഫാസൽ എഴുതിയ മറ്റൊരു പ്രധാനപ്പെട്ട അക്ബർനാമ നമ്മൾ മനസ്സിലാക്കിയതാണ്. അക്ബർനാമ എഴുതിയത് അബുൾ ഫാസിലാണ്. ആ അക്ബർനാമയുടെ മൂന്നാമത്തെ പാർട്ടാണ് ഈ ഐനി അക്ബാരി എന്ന് പറയുന്നത്. ആ ഐനി അക്ബാരിയിൽ ഹി അറ്റസ്റ്റ് അറ്റ് 39 വെറൈറ്റീസ് ഓഫ് ക്രോപ്സ് വെർ കൾട്ടിവേറ്റഡ് ഇൻ ആഗ്ര. ആഗ്രയിൽ മാത്രം 39 ഇനം വിളകൾ കൃഷി ചെയ്തിരുന്നതായിട്ട് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. ഏത് കൃതിയിലാണ്? ഐനി അക്ബാരിയിൽ. അപ്പോൾ അബുൾ ഫാസിലിനെ കുറിച്ച് മാത്രം പറയുന്ന പാരഗ്രാഫാണ് അവിടെ. അബുൾ ഫാസിൽ ഡിസ്ക്രൈബ്സ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പാഡി കൾട്ടിവേറ്റഡ് ഇൻ ഡൽഹി ആൻഡ് ബംഗാൾ. ഡൽഹിയിലും ബംഗാളിലും വ്യത്യസ്ത തരം നെല്ലുകൾ കൃഷി ചെയ്തിരുന്ന അദ്ദേഹം വിവരിക്കുന്നു, അബുൾ ഫാസിൽ വിവരിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഇൻ ഹിസ് വർക്ക്, അദ്ദേഹത്തിൻ്റെ കൃതിയായിട്ടുള്ള ഇൻ ഐനി അക്ബാരി അറ്റസ്റ്റ് ദാറ്റ് 39 വെറൈറ്റീസ് ഓഫ് ക്രോപ്സ് കൾട്ടിവേറ്റഡ് ഇൻ ആഗ്ര. ആഗ്രയിൽ മാത്രം 39 ഇനം വിളകൾ കൃഷി ചെയ്തിരുന്ന അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അബുൾ ഫാസിൽ എന്ന് സൈഡിലായിട്ട് എഴുതിയിട്ടേക്കുക. അടുത്ത ഭാഗത്തിൽ മെയ്സ് ബ്രോട്ട് ഫ്രം സ്പെയിൻ ആൻഡ് ആഫ്രിക്ക. അപ്പോൾ സ്പെയിനിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും കൊണ്ടുവന്ന ചോളം, മെയ്സ് ബ്രോട്ട് ഫ്രം സ്പെയിൻ ആൻഡ് ആഫ്രിക്ക ബിക്കേം എ മേജർ ക്രോപ്പ് ഓഫ് വെസ്റ്റേൺ ഇന്ത്യ. അത് പ്രധാനപ്പെട്ട വിളയായി തീർന്നു. എവിടത്തെയാണ്? പശ്ചിമ ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട വിളയായി തീർന്നു. എവിടെ നിന്ന് കൊണ്ടുവന്ന? സ്പെയിനിൽ നിന്നും ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ചോളം. അപ്പോൾ മെയ്സ് ബ്രോട്ട് ഫ്രം സ്പെയിൻ ആൻഡ് ആഫ്രിക്ക ബിക്കേം എ മേജർ ക്രോപ്പ് ഓഫ് വെസ്റ്റേൺ ഇന്ത്യ. ടൊമാറ്റോ, പൊട്ടറ്റോ, ചില്ലി, പൈനാപ്പിൾ ആൻഡ് പപ്പായ ആൾസോ ബിക്കേം പോപ്പുലർ ഇന്ത്യ. ഈ കാലഘട്ടത്തിൽ തക്കാളി, ഉരുളക്കിഴങ്ങ്, മുളക്, കൈതച്ചക്ക, പപ്പായ തുടങ്ങിയവ ഇന്ത്യയിൽ പ്രചരിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ചെറിയ പാരഗ്രാഫ് ക്രോപ്സ് എന്ന് എഴുതി വെച്ചോ, പ്രധാനപ്പെട്ട വിളകൾ എന്ന് എഴുതി വെച്ചോ. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഡിവൈഡ് ചെയ്ത് ഫസ്റ്റ് പാരഗ്രാഫ് ഇബൻ ബത്തൂത്തയുടെ കോൺട്രിബ്യൂഷൻ, രണ്ടാമത്തെ റൂളേഴ്സിൻ്റെ കോൺട്രിബ്യൂഷനിൽ പ്രത്യേകിച്ച് രണ്ടുപേരുടെ പേര് ബാൽബനും ഫിറോസ് തുഗ്ലക്കും, അതിനുശേഷം അടുത്ത പാർട്ട് അബുൾ ഫാസൽ, അതിനുശേഷം അടുത്ത പാർട്ട് ഇമ്പോർട്ടൻറ്റ് ക്രോപ്സിനെ കുറിച്ചാണ് മനസ്സിലാക്കി, വിളകളെക്കുറിച്ച്. അടുത്ത ഭാഗം ന്യൂ ടൂൾസ് ആൻഡ് ടെക്നോളജി, പുതിയ സാങ്കേതിക വിദ്യയെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദ അഡ്വെന്റ് ഓഫ് ന്യൂ ടൂൾസ് ആൻഡ് ടെക്നോളജി ആക്സലറേറ്റഡ് അഗ്രികൾച്ചർ പ്രോഗ്രസ്. അപ്പോൾ പുതിയ ഉപകരണങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും കണ്ടുപിടുത്തം, ഉപയോഗം കാർഷിക പുരോഗതിയെ കുറച്ചും കൂടി ത്വരിതപ്പെടുത്തുകയുണ്ടായി, വേഗത ആർജിക്കുന്നതിന് കാരണമായി തീർന്നു. അഡ്വെന്റ് ഓഫ് ന്യൂ ടൂൾസ് ആൻഡ് ടെക്നോളജി ആക്സലറേറ്റ് മീൻസ് വേഗത വർദ്ധിപ്പിച്ചു, അതല്ലെങ്കിൽ എന്താണ്? ത്വരിതപ്പെടുത്തി, അതാണ്. അഡ്വെന്റ് ഓഫ് ന്യൂ ടൂൾസ് ആൻഡ് ടെക്നോളജി ആക്സലറേറ്റഡ് അഗ്രികൾച്ചർ പ്രോഗ്രസ്. അതിൽ ഒന്ന് നിട്ട് വെച്ചോ. നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത് പേർഷ്യൻ വീൽ യൂസ്ഡ് ഫോർ ഇറിഗേഷൻ വാസ് ഇമ്പോർട്ടൻറ്റ് ഓൺ എമംഗ് ദം. അപ്പോൾ അക്കാലഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തിയ ഏറ്റവും പുതിയ ഒരു ഉപകരണമാണ് പേർഷ്യൻ ചക്രം. അപ്പോൾ അതിന് ചിത്രം ഇവിടെ നൽകിയിട്ടുണ്ട്. The Persian wheel used for irrigation was important on among them. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പേർഷ്യൻ വീൽ. The lightweight plow with plowshare and sowing drill were used at that time. അപ്പോൾ രണ്ടാമത്തതാണ് the lightweight plow with plowshare. അപ്പോൾ ഭാരം കുറഞ്ഞ കലപ്പ, അപ്പോൾ ഇരുമ്പിൻ്റെ കൊഴുനാക്ക് ഘടിപ്പിച്ച ഭാരം കുറഞ്ഞ കലപ്പയും ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ച പ്രധാനപ്പെട്ട ഒരു ഉപകരണമായിരുന്നു. കൂടാതെ സോയിങ് ഡ്രില്ല്, വിത്ത് വിതയ്ക്കുന്നതിനുള്ള ഒരു ഉപകരണമാണ് സോയിങ് ഡ്രിൽ എന്ന് പറയുന്നത്. വിത്ത് വിതയ്ക്കാനുള്ള ഡ്രിൽ എന്ന ഉപകരണവും അക്കാലത്ത് ഉപയോഗപ്പെടുത്തും. അപ്പോൾ 3 ഉപകരണങ്ങളാണ്. ഒന്നാമത്തത് പേർഷ്യൻ വീല്, രണ്ടാമത്തെ നമ്മൾ മനസ്സിലാക്കിയത് ലൈറ്റ് വെയിറ്റ് പ്ലോ വിത്ത് പ്ലോഷ്യർ, മൂന്നാമത്തത് സോയിങ് ഡ്രില്ലാണ്.
ദേ വെർ ഡ്രോൺ ബൈ ഓക്സൺ. ഈ സോയിൻ ഡ്രിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ആരെ ഉപയോഗിച്ചാണ്? കാളകളെ ഉപയോഗിച്ചായിരുന്നു ഈ സോയിൻ ഡ്രിൽ അഥവാ വിത്ത് വിതയ്ക്കാനുള്ള ഉപകരണം ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ ന്യൂ ടൂൾസ് ആൻഡ് ടെക്നോളജിയിൽ 3 പോയിന്റേ ഉള്ളൂ. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പേർഷ്യൻ വീൽ, രണ്ടാമത്തെ പോയിന്റ് ലൈറ്റ് വെയിറ്റ് പ്ലോ വിത്ത് പ്ലോഷ്യർ, മൂന്നാമത്തത് സോയിൻ ഡ്രില്ല്. ഈ സോയിൻ ഡ്രിൽ ഉപയോഗപ്പെടുത്തിയിരുന്നത് എന്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്? കാളകളെ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പ്രധാനമായിട്ട് ചർച്ച ചെയ്തത് മധ്യകാലഘട്ടത്തിലെ കാർഷിക പുരോഗതിയെക്കുറിച്ചാണ്. 14-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ഒരു പ്രധാനപ്പെട്ട മൊറോക്കൻ സഞ്ചാരിയാണ് ഇബ്ൻ ബത്തൂത്ത. അദ്ദേഹം തൻ്റെ കിതാബുൽ റഹ്ല എന്ന ഗ്രന്ഥത്തിൽ ഇന്ത്യയിലെ കാർഷിക പുരോഗതിയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 3 തവണ കൃഷി ചെയ്തിരുന്നു, 3 വിളവെടുപ്പ് കാലമുണ്ടെന്ന് അദ്ദേഹം തൻ്റെ കൃതിയിൽ പരാമർശിക്കുന്നുണ്ട്. കൂടാതെ പ്രധാനപ്പെട്ട വിളകൾ ഏതാണെന്ന് പറയുന്നു. പാടി, വീറ്റ്, ബാർലി, ഷുഗർ കെയിൻ, അതുപോലെ തന്നെ കോട്ടൺ, ഓയിൽ സീഡ്സ്, ഇൻഡിഗോ. തുണിയിലൊക്കെ നീലം മുക്കാൻ ഉപയോഗിക്കുന്ന ഒരു കളറാണ് നീലം എന്ന് പറയുന്നത്. കളർ ഉപയോഗിക്കാൻ അതാണ് നീലം എന്നിവയായിരുന്നു പ്രധാനപ്പെട്ട കൃഷി എന്നറിയപ്പെടുന്നത്. കൂടാതെ അടുത്ത ഭാഗം നമ്മൾ മനസ്സിലാക്കുന്നത് റൂളേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ ആണ്. റൂളേഴ്സ് പ്രൊവൈഡഡ് ആൾ ഫെസിലിറ്റീസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ അഗ്രികൾച്ചർ പ്രോഗ്രസ്. കാർഷിക പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും ഭരണാധികാരികൾ ചെയ്തു കൊടുത്തിരുന്നു. പ്രത്യേകിച്ച് സുൽത്താൻ്റെ ഭരണാധികാരിയായിട്ടുള്ള ബാൽബൻ കൃഷി വിപുലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ദോബ് പ്രദേശം എന്ന് പറഞ്ഞാൽ ഗംഗയ്ക്കും യമുനയ്ക്കും ഇടയിൽ കിടക്കുന്ന പ്രദേശമാണ്, അത് കർഷകർക്ക് കൊടുത്തു. കൂടാതെ ഫിറോഷത്തുകൾക്ക് ജലസേചനത്തിനായി കിണറുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് മുൻകൂറായിട്ട് പണം അനുവദിച്ച് നൽകി. പിന്നെ യമുന നദിയിൽ നിന്നും എവിടേക്കാണ് ഫാം ലാൻഡ്സ് അഥവാ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി കനാലുകൾ നിർമ്മിച്ചു നൽകി. ഇതിനെ തുടർന്ന് ഇതിൻ്റെ എല്ലാം ശ്രമഫലമായിട്ട് ഉൽപ്പാദനവും സമ്പത്തും വർദ്ധിക്കുകയുണ്ടായി. പിന്നെ അതിനുശേഷം അടുത്ത പാർട്ട് അബുൾ ഫാസിലാണ്. അബുൾ ഫാസിൽ പറഞ്ഞിരിക്കുന്നു ഡൽഹിയിലും ബംഗാളിലും വ്യത്യസ്ത ഇനം നെല്ലുകൾ കൃഷി ചെയ്തിരുന്നതായിട്ട് പറയുന്നു. ആഗ്രയിൽ മാത്രം 39 ഇനം വിളകൾ കൃഷി ചെയ്തിരുന്നതായി അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഏത് കൃതിയിലാണെന്നും എടുത്ത് പറയുന്നു ഐൻ അക്ബാരി. കൂടാതെ അക്കാലഘട്ടത്തിൽ സ്പെയിനിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും കൊണ്ടുവന്നിരുന്ന ചോളം പശ്ചിമേന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട വിളയായി തീർന്നു. ടൊമാറ്റോ, പൊട്ടറ്റോ, ചില്ലി, പൈനാപ്പിൾ, പപ്പായ ആൾസോ ബിക്കേം പോപ്പുലർ ഇൻ ഇന്ത്യയിൽ. കൈതച്ചക്ക, പപ്പായ, ഉരുളക്കിഴങ്ങ്, മുളക് എന്നിവ വളരെയധികം പ്രചരിക്കുകയും ചെയ്തു. ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പുതിയ ഉപകരണങ്ങളുടെ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ കാർഷിക വേഗത കുറച്ചുകൂടി വേഗത അറിയിച്ചു. അപ്പോൾ അതിൽ ഒന്നാമത്തെ എന്തൊക്കെയാണ് കാലഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തിയിരുന്ന പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തത് ഇരുമ്പിൻ്റെ പേർഷ്യൻ ചക്രമാണ്, പേർഷ്യൻ വീലാണ്. രണ്ടാമത്തെ ലൈറ്റ് വെയിറ്റ് പ്ലോ വിത്ത് പ്ലോഷെയർ ആണ്. കൂടാതെ സോയിൻ ഡ്രില്ല് എന്ന് പറയുന്നത് വിത്ത് വിതയ്ക്കാനുള്ള ഉപകരണമാണ്. അത് ഉപയോഗപ്പെടുത്തിയിരുന്നത് എന്തിനെ കൊണ്ടാണെന്ന് മനസ്സിലാക്കി കാളകൾ ഉപയോഗിച്ചാണ്. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗത്താണ് അവിടെ ഒരു ആക്ടിവിറ്റി നൽകിയിരിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളാണ്. ക്രോപ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, ഓയിൽ സീഡ്സ്, ഇൻഡിഗോ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയാണ്. അതേപോലെ തന്നെ അടുത്ത ഭാഗത്തിൽ മെഷേഴ്സ് ബൈ റൂളേഴ്സ്, ഭരണാധികാരികൾ നടപ്പിലാക്കിയ നടപടികൾ ഏതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയതാണ്. ആരുടെ? സുൽത്താനേറ്റ് ബാൽബൻ ദ സുൽത്താനേറ്റ് റൂളർ അലോട്ടഡ് ദോബ് റീജിയൻ ടു ഫാമേഴ്സ് അല്ലേ, ആ ഒരു പോയിന്റ് അവിടെ ഉൾക്കൊള്ളിക്കുക. പിന്നെ അതുപോലെ തന്നെ ഫിറോഷത്തുകൾക്ക് സാങ്ഷൻ്റെ മണി ഇൻ അഡ്വാൻസ്, അത് അറിയാലോ, ആ ഒരു പാർട്ട് ഉൾക്കൊള്ളിക്കുക. അടുത്തതായി എക്യുപ്മെൻറ്റ്സ് 3 കാര്യങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? പ്രത്യേകിച്ച് ഒന്നാമത്തെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് പേർഷ്യൻ വീല്, രണ്ടാമത്തെ ലൈറ്റ് വെയിറ്റ് പ്ലോ വിത്ത് പ്ലോഷ്യർ, കൂടാതെ സോയിൻ ഡ്രില്ല്. ഇങ്ങനെ 3 പോയിന്റ്, ഇന്നിങ്ങനെ 3 കാര്യങ്ങളാണ് എക്യുപ്മെൻറ്റ്സിന്, അത് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി അടുത്ത ഭാഗം പല പ്രാവശ്യവും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഭാഗമാണ്. The Chola kings who ruled South India at the beginning of medieval period adopted several measures to ensure agricultural progress. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ മനസ്സിലാക്കിയ കാര്യമാണ്. ചോള കാലഘട്ടത്തിലെ രാജാക്കന്മാരെ കുറിച്ചും അതുപോലെ അവരുടെ ഗ്രാമഭരണ സംവിധാനത്തെക്കുറിച്ചും മനസ്സിലാക്കിയ കാര്യമാണ്. Chola kings who ruled South India at the beginning of the medieval period adopted several measures to ensure agricultural progress. മധ്യകാലഘട്ടത്തിന്റെ ആരംഭത്തിൽ ദക്ഷിണേന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന ചോള രാജാക്കന്മാരെ കുറിച്ച് മനസ്സിലാക്കി അവരുടെ കാർഷിക അഭിവൃദ്ധി ലക്ഷ്യമായി പലതരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണ് മധ്യകാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ചോള ഭരണ കാലഘട്ടത്തിൽ കാർഷിക പുരോഗതിയെ സഹായിച്ച ഘടകങ്ങൾ ഏതെല്ലാമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലെറ്റ്സ് സീ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്ഡ് അഗ്രികൾച്ചർ പ്രോഗ്രസ് ഇൻ സൗത്ത് ഇന്ത്യ. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ചും ചോള ഭരണ കാലഘട്ടത്തിൽ കാർഷിക പുരോഗതി ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഒന്നാമത്തെ പോയിന്റ് വാട്ടർ പ്രോസ്പെരിറ്റി ഇൻ റിവർ കാവേരി നദിയിലെ ജലസമൃദ്ധി ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ അലൂവിയൽ ഡെപ്പോസിറ്റ്സ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടറീസ്, അതിൻ്റെ പോഷക നദികൾ, അതിൻ്റെ കൈവഴികളിലൂടെ ഒഴുകിയെത്തുന്ന എക്കൽ മണ്ണ് കൃഷി ഉപലപ്പെടുത്തുന്ന ഏറ്റവും നല്ല അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ്, അലൂവിയൽ സോയിൽ. അപ്പോൾ അതും എന്നതിന് കാരണമായി തീർന്നു, കാർഷിക പുരോഗതിക്ക് കാരണമായി തീർന്നു. വാട്ടർ പ്രോസ്പെരിറ്റി ഇൻ റിവർ കാവേരി നദിയിലെ ജലസമൃദ്ധി. രണ്ടാമത്തെ പോയിന്റ് അലൂവിയൽ ഡെപ്പോസിറ്റ്സ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടറീസ്, കൈവഴികളിലൂടെ ഒഴുകിയെത്തുന്ന എക്കൽ മണ്ണ്. കനാൽസ് കൺസ്ട്രക്റ്റഡ് ഫോർ ഇറിഗേഷൻ ബൈ ദ ചോള കിങ്സ്,
ജലസേചനത്തിനായി ചോള രാജാക്കന്മാർ നിർമ്മിച്ച കനാലുകൾ. The measures taken by the Samidis that worked under the Sabhas, the body of village administration. അപ്പോൾ ഗ്രാമഭരണം നടത്തിയിരുന്ന സഭകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയ കാര്യമാണ് അല്ലെ, വില്ലേജ് ഓട്ടോണമിയിൽ മനസ്സിലാക്കിയ കാര്യമുണ്ടായിരുന്നു. സഭ എന്നിങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അവിടെ ഗ്രാമഭരണത്തിന് വേണ്ടി സഭകൾ രൂപീകരിച്ചിരുന്നു. ആ സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സമിതിയുടെ പ്രവർത്തനങ്ങളും എന്തിന് കാരണമായി തീർന്നു? കാർഷിക പുരോഗതിക്ക് കാരണമായി തീർന്നു. The measures taken by the Samidis, ആ സമിതി ആരുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്? വർക്ക് അണ്ടർ ദ സഭാസ്, ദ ബോഡി ഓഫ് വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഗ്രാമഭരണം നടത്തിയിരുന്ന സഭകൾക്ക് കീഴിൽ പ്രവർത്തിച്ചിരുന്ന സമിതിയുടെ പ്രവർത്തനങ്ങളും കാർഷിക പുരോഗതിക്ക് കാരണമായി തീർന്നു. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് കാവേരി നദിയിലെ ജലസമൃദ്ധി, അതുപോലെ പോഷക നദികളുടെ ഒഴുകിയെത്തുന്ന എക്കൽ മണ്ണ്, ജലസേചനത്തിനായി ചോള രാജാക്കന്മാർ നിർമ്മിച്ച കനാലുകൾ, അതുപോലെ തന്നെ ഗ്രാമഭരണത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സമിതിയുടെ പ്രവർത്തനങ്ങളും ഈ പറഞ്ഞ സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ദക്ഷിണ ഇന്ത്യയിൽ കാർഷിക പുരോഗതിക്ക് കാരണമായി തീർന്നു. അപ്പോൾ അടുത്ത ഭാഗത്തിൽ അവിടെ ഒരു ചോദ്യം കിടപ്പുണ്ട്. അനലൈസ് ദ പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ ഡ്യൂറിംഗ് ദ ചോള പീരീഡ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മൾ ആ പോയിന്റുകളും പഠിച്ചത്. അപ്പോൾ ആ പോയിന്റ് മാത്രം എഴുതി വെച്ചാൽ മതിയാവും. അതിനുശേഷം ടൈപ്സ് ഓഫ് ഫാം ലാൻഡ്സ്, വ്യത്യസ്ത കൃഷിഭൂമി പലതരമുണ്ട്. ഏതൊക്കെയാണ്? ചോള ഭരണ കാലഘട്ടത്തിൽ ഹിസ്റ്റോറിക്കൽ സോഴ്സ് ഓഫ് ചോള പീരീഡ് കൺഫേം ദെയർ വർ 4 ടൈപ്സ് ഓഫ് ഫാം ലാൻഡ്സ്. ഒന്നാമത്തെ ബ്രഹ്മദയ, ദ ലാൻഡ് റിസീവ്ഡ് ബൈ ബ്രാഹ്മൺസ് ആസ് ഗിഫ്റ്റ്. ബ്രാഹ്മണർക്ക് ദാനം ലഭിച്ച ഭൂമിയാണ് ബ്രഹ്മദയ. ദേവദാന എന്നാൽ ദ ലാൻഡ് ഡൊണേറ്റഡ് ടു ടെമ്പിൾസ്, ക്ഷേത്രങ്ങൾക്ക് ലഭിച്ച ഭൂമിയാണ് ദേവദാന. അതുപോലെ വെള്ളാൻ വക എന്നറിയപ്പെടുന്ന കർഷകരുടെ കയ്യിലുള്ള ഭൂമിയാണ് ദ ലാൻഡ് ഓൺഡ് ബൈ പെസൻസ്. അടുത്ത പള്ളിച്ചണ്ടം, ദ ലാൻഡ് ഡൊണേറ്റഡ് ടു ജെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ജൈനമത സ്ഥാപനങ്ങൾക്ക് നൽകിയ ഭൂമിയാണ് പള്ളിച്ചണ്ട എന്നത്. അടുത്ത ഭാഗം ഹാൻഡി വർക്ക് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്, കൈത്തൊഴിലും കരകൗശലവും എന്നുള്ള ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ മധ്യകാലഘട്ടത്തിൽ നമ്മുടെ കാർഷിക അഭിവൃദ്ധിയെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി കാർഷിക ഉപജീവനത്തിനെ കൂടാതെ കാർഷിക അഭിവൃദ്ധി ഉണ്ടായതിനനുബന്ധിച്ച് തന്നെ കരകൗശലം വളർന്നു വന്നു. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഭാഗത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതർ മീൻസ് ദ പീപ്പിൾ ഓഫ് മിഡീവൽ ഇന്ത്യ അഡോപ്റ്റഡ് ഫോർ ദെയർ. അപ്പം മറ്റ് പല മാർഗ്ഗങ്ങളും അവർ സ്വീകരിച്ചു. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത്. സെവറൽ ഇൻഡസ്ട്രീസ് ബേസ്ഡ് ഓൺ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ഡെവലപ്ഡ്. അപ്പോൾ കാർഷികോൽപ്പന്നങ്ങളെ ആശ്രയിച്ചുകൊണ്ട്, അപ്പോൾ കാർഷിക അഭിവൃദ്ധി ഉണ്ടായപ്പോൾ അതിനോടനുബന്ധിച്ച് ധാരാളം വ്യവസായങ്ങളും വളർന്നു വന്നു. സെവറൽ ഇൻഡസ്ട്രീസ് ബേസ്ഡ് ഓൺ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ഡെവലപ്ഡ്. ഉദാഹരണമായിട്ട് ഫോർ എക്സാമ്പിൾ പ്രോഡക്ട്സ് ലൈക്ക് ഓയിൽ സീഡ്സ്, sugar cane, indigo and cotton led to the development of small scale industries like edible oil, jaggery, weaving and dyeing. Weaving was important among them. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വീവിംഗ് ആണ്. അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പ്രോഡക്ട്സ് ലൈക്ക് ഉൽപ്പന്നങ്ങളായിട്ടുള്ള ഓയിൽ സീഡ്സ് എന്ന് പറയുന്നത് എണ്ണക്കുരുക്കൾ, ഷുഗർ കെയിൻ കരിമ്പ്, ഇൻഡിഗോ നീലം, കോട്ടൺ പരുത്തി, ഇതെല്ലാം ലെഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ചെറുകിട വ്യവസായങ്ങളായിട്ടുള്ള എഡിബിൾ ഓയിൽ, എണ്ണയാട്ടൽ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഓയിൽ സീഡ്സിൽ നമ്മൾ എണ്ണയാട്ടൽ ഒരു വ്യവസായമായി മാറി. അതുപോലെ ഷുഗർ കെയിനിൽ നിന്നും ജാഗറി, ഒരു പ്രധാനപ്പെട്ട ശർക്കര നിർമ്മാണം ഒരു പ്രധാനപ്പെട്ട വ്യവസായമായി തീർന്നു. പിന്നെ കോട്ടണിൽ നിന്ന് വീവിങ് ഒരു പ്രധാനപ്പെട്ട വ്യവസായമായി തീർന്നു. ഡൈയിങ് അല്ലേ, അങ്ങനെ ഡൈയിങ് എന്ന് വെച്ചാൽ ഇൻഡിഗോ, തുണിയിലൊക്കെ ചായ മുക്കൽ, അതൊരു വ്യവസായമായി തീർന്നു. ഇങ്ങനെ കാർഷികോൽപ്പന്നങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ചെറുകിട വ്യവസായങ്ങൾ വളർന്നു വരുന്നതിന് കാരണമായി തീർന്നു. അപ്പോൾ സെവറൽ ഇൻഡസ്ട്രീസ് ബേസ്ഡ് ഓൺ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ഡെവലപ്ഡ്. ഫോർ എക്സാമ്പിൾ പ്രോഡക്ട്സ് ലൈക്ക് ഓയിൽ സീഡ്സ്, ഷുഗർ കെയിൻ, ഇൻഡിഗോ ആൻഡ് കോട്ടൺ ലെഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ലൈക്ക് എഡിബിൾ ഓയിൽ, ജാഗറി, വീവിംഗ് ആൻഡ് ഡൈയിങ്. വീവിംഗ് വാസ് ഇമ്പോർട്ടൻ്റ് എമംഗ് ദം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വീവിംഗ് എന്നത്. നെയ്ത്തായിരുന്നു അവയിൽ ഏറ്റവും പ്രധാനം. അപ്പോൾ അവിടെ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് ചെറുതായിട്ട് എഴുതിയിട്ടോ, ചെറുകിട വ്യവസായങ്ങൾ എന്ന് എഴുതിയിട്ടാൽ നമുക്ക് പിന്നീട് വായിക്കുമ്പോൾ പെട്ടെന്ന് ആ പാരഗ്രാഫ് മനസ്സിലാവും. അടുത്ത ഭാഗം ദി യൂസ് ഓഫ് ചർക്ക, ചർക്കയുടെ ഉപയോഗം. അടുത്ത ഭാഗം യൂസ് ഓഫ് ചർക്ക, ചർക്കയുടെ ഉപയോഗത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദി യൂസ് ഓഫ് ചർക്ക വാസ് ദ കീ ഫാക്ടർ ദാറ്റ് ഫെസിലിറ്റേറ്റഡ് ദ ഡെവലപ്മെന്റ് ഓഫ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. അപ്പോൾ തുണി നിർമ്മാണ രംഗത്തെ പുരോഗതിയെ സഹായിച്ച പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ചർക്കയുടെ ഉപയോഗമായിരുന്നു. വീവിംഗ് ആസ് ഇമ്പോർട്ടൻ്റ് നമുക്ക് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പോൾ തുണി നിർമ്മാണ രംഗത്ത് പുരോഗതി സഹായിക്കാൻ പ്രധാനപ്പെട്ട ഘടകം ചർക്കയുടെ ഉപയോഗമാണ്. ദ യൂസ് ഓഫ് ചർക്ക വാസ് ദ കീ ഫാക്ടർ ദാറ്റ് ഫെസിലിറ്റേറ്റഡ് ദ ഡെവലപ്മെന്റ് ഓഫ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ഇറ്റ് വാസ് ഇൻ ദ 14th century. എത്രാം നൂറ്റാണ്ടിലാണ്? 14ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ 14ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ഒരു
സഞ്ചാരിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഇബ്ൻ ബത്തൂത്ത. അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേരാണ് കിതാബുൽ റിഹ്ല. അപ്പോൾ ആ 14-ാം നൂറ്റാണ്ടിൽ തന്നെയാണ് ഇന്ത്യയിൽ ചർക്ക ഉപയോഗിച്ചത്. അപ്പോൾ ഇറ്റ് വാസ് ഇൻ ദ 40th century that ചർക്ക began to be used in the India. ഇന്ത്യൻസ് അഡോപ്റ്റഡ് ദിസ് ടെക്നോളജി ഫ്രം ചൈനീസ്. ഇന്ത്യക്കാർ ഈ ടെക്നോളജി സാങ്കേതികവിദ്യ സ്വായത്തമാക്കിയത് ചൈനയിൽ നിന്നാണ്. ഇന്ത്യൻസ് അഡോപ്റ്റഡ് ദിസ് ടെക്നോളജി ഫ്രം ദ ചൈനീസ്. വിത്ത് ദ ആഡ്വെന്റ് ഓഫ് ചർക്ക ദ പ്രൊഡക്ഷൻ ഓഫ് യാൺ ഇൻക്രീസ്ഡ് ബൈ 6 times. അപ്പോൾ ചർക്കയുടെ ഉപയോഗത്തോടു കൂടി നൂൽ നിർമ്മാണത്തിൽ 6 മടങ്ങ് വർധനവുണ്ടായി. നിലവിലുള്ളതിനേക്കാൾ 6 മടങ്ങ് വർധനവുണ്ടാകുന്നതിന് കാരണമായി തീർന്നു. അപ്പോൾ നമ്മൾ ചർക്കയുടെ കാര്യം മാത്രമാണ് ഈ പാരഗ്രാഫിൽ മനസ്സിലാക്കുന്നത്. The use of charka was the key factor that facilitated that development of textile industry. അപ്പോൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അഥവാ തുണി നിർമ്മാണ വ്യവസായത്തെ പുരോഗതി ആർജിക്കുന്നതിന് പ്രധാനപ്പെട്ട കാര്യമായി തീർന്നത് ചർക്കയുടെ ഉപയോഗമായിരുന്നു. 14-ാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിൽ ചർക്ക ഉപയോഗിച്ച് തുടങ്ങിയത്. ഇന്ത്യക്കാർ ഈ ചർക്കയുടെ ഉപയോഗം മനസ്സിലാക്കിയത്, ടെക്നോളജി മനസ്സിലാക്കിയത് എവിടെ നിന്നാണ്? ചൈനയിൽ നിന്നാണ്. ഇന്ത്യൻസ് അഡോപ്റ്റഡ് ദിസ് ടെക്നോളജി ഫ്രം ദ ചൈനീസ് വിത്ത് ആഡ്വെന്റ് ഓഫ് ചർക്ക. ചർക്കയുടെ ഉപയോഗത്തോടു കൂടി പ്രൊഡക്ഷൻ ഓഫ് യാൺ ഇൻക്രീസ്ഡ് ബൈ 6 times. അപ്പോൾ ഈ ചർക്കയുടെ ഉപയോഗത്തോടു കൂടി നൂൽ നിർമ്മാണത്തിൽ 6 മടങ്ങ് വർധന ഉണ്ടാകുന്നതിന് കാരണമായി തീർന്നു. അപ്പോൾ 2 പാരഗ്രാഫായി. ഫസ്റ്റ് ഭാഗം സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അഥവാ ചെറുകിട വ്യവസായങ്ങൾ, രണ്ടാമത്തെ പാർട്ട് യൂസ് ഓഫ് ചർക്ക എന്നുള്ളൊരു ഭാഗം. അടുത്ത ഭാഗം വീവിംഗ് വാസ് ആൾസോ അഡ്വാൻസ്ഡ് അലോങ് വിത്ത് സ്പിന്നിങ്. അപ്പോൾ നൂൽക്കുന്നതോടൊപ്പം തന്നെ നെയ്ത്തിലും അക്കാലത്ത് പുരോഗതി ഉണ്ടായി. വീവിംഗ് വാസ് ആൾസോ അഡ്വാൻസ്ഡ് അലോങ് വിത്ത് സ്പിന്നിങ്. വീവിംഗ് എന്ന് വെച്ചാൽ നെയ്ത്താണ്, സ്പിന്നിങ് എന്ന് വെച്ചാൽ നൂൽപ്പാണ്. അപ്പോൾ വീവിംഗ് ആൾസോ അഡ്വാൻസ്ഡ് അലോങ് വിത്ത് സ്പിന്നിങ്. സ്പിന്നിങ്ങിനോടൊപ്പം തന്നെ വീവിംഗ് പുരോഗതി ആർജിച്ചു. വീവിംഗ് ആൾസോ അഡ്വാൻസ്ഡ് അലോങ് വിത്ത് സ്പിന്നിങ്. ദ ഇൻവെൻഷൻ ഓഫ് ലൂം ബ്രോട്ട് ട്രമൻഡസ് ചേഞ്ചസ് ഇൻ വീവിംഗ്. ഇപ്പോൾ ലൂം എന്ന് വെച്ചാൽ കൈത്തറിയാണ്. അപ്പോൾ ചവിട്ടി പ്രവർത്തിക്കുന്ന തറി ഉണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല പരസ്യങ്ങളിലുമൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള തറിയുടെ കണ്ടുപിടുത്തം തുണി നിർമ്മാണ രംഗത്ത് വളരെയധികം പുരോഗതി ഉണ്ടായി. ദ ഇൻവെൻഷൻ ഓഫ് ലൂം ബ്രോട്ട് ട്രമൻഡസ് ചേഞ്ചസ് ഇൻ വീവിംഗ്. ദ ടെക്നോളജി ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് സിൽക്ക് ഫ്രം സിൽക്ക് വർംസ്. ദ ടെക്നോളജി ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് സിൽക്ക് ഫ്രം സിൽക്ക് വർംസ്. എവിടെ നിന്നാണ്? പട്ടുനൂൽ പുഴുക്കളിൽ നിന്നും പട്ടുനൂൽ ഉണ്ടാക്കുന്ന സാങ്കേതിക വിദ്യ ആൾസോ സ്പ്രെഡ് വൈഡ്ലി ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. ഈ കാലഘട്ടത്തിലാണ് അത് വളർന്ന് വികസിച്ചത്. അപ്പോൾ പട്ടുനൂൽ പുഴുക്കളിൽ നിന്നും പട്ടുനൂൽ ഉണ്ടാക്കുന്ന സാങ്കേതിക വിദ്യയും ഇക്കാലത്താണ് ഏറ്റവും പ്രചാരത്തിലെത്തിയത്. ഇറ്റ് വാസ് ബംഗാൾ ദാറ്റ് പൈനിയർഡ് ദ പ്രൊഡക്ഷൻ ഓഫ് സിൽക്ക് ഇൻ ദ 40th century. അപ്പോൾ ഈ പറഞ്ഞ പട്ടുനൂൽ ഉൽപ്പാദനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി തീർന്നത് ബംഗാളിലാണ്. 14-ാം നൂറ്റാണ്ടിൽ ബംഗാളിലാണ് ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി തീർന്നത്. ഇറ്റ് വാസ് ബംഗാൾ ദാറ്റ് പൈനിയർഡ് പ്രൊഡക്ഷൻ ഓഫ് സിൽക്ക് ഇൻ ദ 40th century. 14-ാം നൂറ്റാണ്ടിൽ ബംഗാളിലാണ് ഇത് ആരംഭിച്ചത്. തുടക്കം കുറിച്ചത് എവിടെയാണ്? ബംഗാളിലാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. വീവിങ്ങിനെ കുറിച്ചും അതേപോലെ തന്നെ സിൽക്ക് പ്രൊഡക്ഷനെ കുറിച്ചുമാണ് ആ പാരഗ്രാഫിൽ പ്രധാനം. ആദ്യം വീവിങ്ങിനെ കുറിച്ച് പറഞ്ഞു, കൂടാതെ അടുത്ത ഒരു ഭാഗത്തിൽ പറഞ്ഞു സിൽക്ക് പ്രൊഡക്ഷനെ കുറിച്ച്. സിൽക്ക് പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് എവിടെയാണ്? അല്ലെങ്കിൽ തുടക്കത്തിൽ ആരംഭിച്ച് 14-ാം നൂറ്റാണ്ടിൽ തുടക്കത്തിൽ തുടങ്ങിയത് എവിടെയാണ്? ബംഗാളിലാണ്. അപ്പോൾ വീവിംഗ് ആൾസോ അഡ്വാൻസ് അലോങ് വിത്ത് സ്പിന്നിങ്. അപ്പോൾ സ്പിന്നിങ്ങിനോടൊപ്പം തന്നെ വീവിങ്ങും വളരെയധികം പുരോഗതി ആർജിച്ചിരുന്നു. അതുപോലെ തന്നെ ഇൻവെൻഷൻ ഓഫ് ലൂം ബ്രോട്ട് ട്രമൻഡസ് ചേഞ്ചസ് ഇൻ വീവിംഗ്. തുണിനെയ്തിൽ വളരെയധികം പുരോഗതി കാരണമായി തീർന്നത് ചവിട്ടി പ്രവർത്തിക്കുന്ന തറിയുടെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ്. അതേപോലെ തന്നെ ടെക്നോളജി ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് സിൽക്ക് ഫ്രം സിൽക്ക് വർംസ്. പട്ടുനൂൽ പുഴുക്കളിൽ നിന്നും പട്ടുനൂലുണ്ടാക്കുന്ന സാങ്കേതിക വിദ്യയുടെ കണ്ടുപിടുത്തവും ഇക്കാലത്താണ് പ്രചാരം നേടിയത്. വൈഡ്ലി ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. ഇറ്റ് വാസ് ബംഗാൾ ദാറ്റ് പൈനിയർഡ് ദ പ്രൊഡക്ഷൻ ഓഫ് സിൽക്ക് ഇൻ ദ 40th century. 14-ാം നൂറ്റാണ്ടിൽ ബംഗാളിലാണ് ഇത് ആരംഭിച്ചത്. അടുത്ത ഭാഗം കാർപ്പറ്റിനെ കുറിച്ചും പേപ്പറിനെ കുറിച്ചുമാണ്. അടുത്ത ഭാഗത്തിൽ കാർപ്പറ്റ് എന്ന് വെച്ചാൽ പരവതാനി. ദ പ്രൊഡക്ഷൻ ഓഫ് കാർപ്പറ്റ് ആൻഡ് പേപ്പർ വെയർ അതർ മേജർ ഹാൻഡിക്രാഫ്റ്റ്സ് പ്രിവലന്റ്. അപ്പോൾ അക്കാലഘട്ടത്തിൽ നിന്ന മറ്റ് 2 വ്യവസായങ്ങളാണ് കാർപ്പറ്റും പേപ്പറും. The production of carpet and paper were other major handicrafts prevalent, and there was great demand for Indian carpets in the foreign market. അപ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന പരവതാനികൾക്ക് വിദേശ കമ്പോളങ്ങളിൽ വളരെയധികം പ്രചാരം നേടിയിരുന്നു. There was great demand for Indian carpets in the foreign market. The production of carpet and paper were other major handicrafts prevalent, and there was great demand for Indian carpets in the foreign market. അപ്പോൾ ഇന്ത്യയിൽ നിർമ്മിച്ച പരവതാനികൾക്ക് വിദേശ കമ്പോളങ്ങളിൽ ഏറെ പ്രചാരം നേടിയിരുന്നു. അടുത്ത ഒരു സെൻറ്റൻസും കൂടെ ഈ പാരഗ്രാഫിൻ്റെ കൂടെ ചേർക്കണം. ഇൻ ഇന്ത്യ പേപ്പർ ബിഗാൻ ടു ബി യൂസ് ഇൻ ദ 30th century. എത്രാം നൂറ്റാണ്ടിലാണ്? 13-ാം നൂറ്റാണ്ട് മുതൽ തന്നെ കടലാസിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ പേപ്പറിൻ്റെ ഉപയോഗം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു.
എത്ര 13-ാം നൂറ്റാണ്ട് മുതൽ തന്നെ. അപ്പോൾ ഇന്ത്യയിൽ ഇബൻ ബത്തുത്ത എത്തിയത് 14-ാം നൂറ്റാണ്ടിൽ. അതേപോലെ തന്നെ ചർക്കയുടെ ഉപയോഗം എത്ര നൂറ്റാണ്ടിലാണ്? 14-ാം നൂറ്റാണ്ടിൽ. അപ്പോൾ ഇന്ത്യയിൽ 13-ാം നൂറ്റാണ്ട് മുതൽ തന്നെ എന്തുണ്ടായിരുന്നു? കടലാസിൻ്റെ ഉപയോഗം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പാരഗ്രാഫിൽ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. പ്രൊഡക്ഷൻ ഓഫ് കാർപ്പറ്റ് ആൻഡ് പേപ്പർ വേർ അതർ മേജർ ഹാൻഡിക്രാഫ്റ്റ് പ്രിവലന്റ്. അപ്പോൾ ഇന്ത്യയിൽ മറ്റ് രണ്ട് വ്യവസായങ്ങളാണ് പരവതാനിയും കടലാസും. കൂടാതെ ദെയർ വാസ് ഗ്രേറ്റ് ഡിമാൻഡ് ഫോർ ഇന്ത്യൻ കാർപ്പറ്റ്സ് ഇൻ ദ ഫോറിൻ മാർക്കറ്റ്. ഇന്ത്യയിൽ നിർമ്മിച്ച കാർപ്പറ്റുകൾക്ക് വിദേശ രാജ്യങ്ങളിൽ വളരെയധികം പ്രചാരം നേടിയിരുന്നു. 13-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഇന്ത്യയിൽ പേപ്പർ ഉപയോഗിച്ചു തുടങ്ങിയിരുന്നു. ഇൻ ഇന്ത്യ പേപ്പർ ബിഗാൻ ടു ബി യൂസ്ഡ് ഇൻ ദ 3rd century. അപ്പോൾ അതൊരു പാരഗ്രാഫായിട്ട് ആ പാരഗ്രാഫിൻ്റെ അവിടെ കാർപ്പറ്റ് പേപ്പർ എന്ന് എഴുതി വെക്കുക കേട്ടോ. അടുത്ത ഭാഗം മെറ്റലർജി ആൻഡ് മൈനിങ്. മെറ്റലർജി എന്ന് വെച്ചാൽ ലോഹ സംസ്കരണം, മൈനിങ് എന്ന് വെച്ചാൽ ഖനന വ്യവസായം. രണ്ട് കാര്യങ്ങളാണ് മൈനിങ് ആൻഡ് മെറ്റലർജി. മെറ്റലർജി ആൻഡ് മൈനിങ് വേർ അതർ ഇൻഡസ്ട്രീസ് ദാറ്റ് ഫ്ലറിഷ് ഇൻ ദിസ് പീരീഡ്. ഈ കാലഘട്ടത്തിൽ വളർന്ന് വികസിച്ച മറ്റ് രണ്ട് വ്യവസായങ്ങളാണ് മൈനിങ് ആൻഡ് മെറ്റലർജി. മൈനിങ് ആൻഡ് മെറ്റലർജി അതർ ഇൻഡസ്ട്രീസ് ദാറ്റ് ഫ്ലറിഷ് ഇൻ ദിസ് പീരീഡ്. ദോസ് ഹു വെർ എൻഗേജ്ഡ് ഇൻ മെറ്റലർജി. മെറ്റലർജി അഥവാ ലോഹ സംസ്കരണത്തിൽ ഏർപ്പെട്ടവർ, ദോസ് ഹു വെർ എൻഗേജ്ഡ് ഇൻ മെറ്റലർജി മോസ്റ്റ്ലി പ്രൊഡ്യൂസ്ഡ് അഗ്രികൾച്ചർ ടൂൾസ് ആൻഡ് വാർ എക്യുപ്മെന്റ്സ്. പ്രധാനമായിട്ട് അവർ ഉൽപ്പാദിപ്പിച്ചിരുന്നത് അഗ്രികൾച്ചർ ടൂൾസ് എന്ന് വെച്ചാൽ കാർഷികോപകരണങ്ങളും ആൻഡ് വാർ എക്യുപ്മെന്റ്സ് യുദ്ധോപകരണങ്ങളുമാണ് അവർ പ്രധാനമായിട്ട് നിർമ്മിച്ചിരുന്നത്. അപ്പോൾ ദോസ് ഹു വെർ എൻഗേജ് ഇൻ മെറ്റലർജി എന്ന ലോഹ സംസ്കരണത്തിൽ ഏർപ്പെട്ടിരുന്നവർ പ്രധാനമായിട്ട് ഉൽപ്പാദിപ്പിച്ചിരുന്നത് അഗ്രികൾച്ചർ ടൂൾസ് ആൻഡ് വാർ എക്യുപ്മെന്റ്സ്. അഗ്രികൾച്ചർ ടൂൾസ് എന്ന് വെച്ചാൽ കാർഷികോപകരണങ്ങൾ ആൻഡ് വാർ എക്യുപ്മെന്റ്സ് എന്ന് വെച്ചാൽ യുദ്ധോപകരണങ്ങളുമാണ് നിർമ്മിച്ചിരുന്നത്. ദ പ്രൊഡക്ഷൻ ഓഫ് ഹോഴ്സ് ഷൂ ആൻഡ് അയൺ സിറം. മറ്റ് രണ്ട് കാര്യങ്ങളാണ് ദ പ്രൊഡക്ഷൻ ഓഫ് ഹോഴ്സ് ഷൂ, അതായത് കുതിരയുടെ ലാടം, ഇരുമ്പ് കൊണ്ടുള്ള കുതിരയുടെ ലാടം, അതാണ് ഹോഴ്സ് ഷൂ എന്ന് പറയുന്നത്. ഹോഴ്സ് ഷൂ ആൻഡ് അയൺ സിറം. അയൺ സിറപ്പ് എന്ന് വെച്ചാൽ ഈ സവാരിക്കാർക്ക് കുതിരയുടെ മേളിൽ കയറാൻ വേണ്ടിയിട്ട് കാലുകൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള കുതിരയുടെ മുതുകിൽ തൂക്കിയിടുന്ന ഒരു ചവിട്ടുപടിയെ വിളിക്കുന്ന പേരാണ് ഈ അയൺ സിറപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ഹോഴ്സ് ഷൂവും അയൺ സിറപ്പും മേഡ് ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഇൻ വാർ ടെക്നോളജി. യുദ്ധ സാങ്കേതിക വിദ്യയിൽ വളരെയധികം മാറ്റം കൊണ്ടുവന്നിരിക്കുന്ന രണ്ട് കാര്യങ്ങളായിരുന്നു ഈ ഹോഴ്സ് ഷൂവും അയൺ സിറപ്പും. അപ്പോൾ ഹോഴ്സ് ഷൂ ആൻഡ് അയൺ സിറപ്പ് മേഡ് ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഇൻ വാർ ടെക്നോളജി. അപ്പോൾ അത് ലോഹ സംസ്കരണത്തിൽ ഏർപ്പെട്ടിരുന്നവർ ഉൽപ്പാദിപ്പിച്ചിരുന്ന രണ്ട് കാര്യങ്ങളായിരുന്നു ഹോഴ്സ് ഷൂ അയൺ സിറപ്പും. ഇത് രണ്ടും വന്നതോടുകൂടി യുദ്ധ സാങ്കേതിക വിദ്യയിൽ വളരെയധികം മാറ്റത്തിന് കാരണമായി തീർന്നു. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത്, പ്രത്യേകിച്ച് ആദ്യം പറഞ്ഞത് മെറ്റലർജിയെ കുറിച്ചാണ്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മൈനിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ മെറ്റലർജി ആൻഡ് മൈനിങ് അതർ ഇൻഡസ്ട്രീസ് ദാറ്റ് ഫ്ലറിഷ്ഡ് ഇൻ ദിസ് പീരീഡ്. ഇനി ആദ്യം നമ്മൾ പറയുന്നത് മെറ്റലർജിയെ കുറിച്ചാണ്. ദോസ് ഹു വെയർ എൻഗേജ്ഡ് ഇൻ മെറ്റലർജിയിൽ ഏർപ്പെട്ടിരുന്ന ആൾക്കാർ മോസ്റ്റ്ലി പ്രൊഡ്യൂസ്ഡ് അഗ്രികൾച്ചർ ടൂൾസ് ആൻഡ് വാർ എക്യുപ്മെന്റ്സ്. പ്രധാനമായിട്ട് നിർമ്മിച്ചിരുന്നത് കാർഷികോപകരണങ്ങളും യുദ്ധോപകരണങ്ങളുമാണ്. ദ പ്രൊഡക്ഷൻ ഓഫ് ഹോഴ്സ് ഷൂ ആൻഡ് അയൺ സിറപ്പ്. ഹോഴ്സ് എന്ന് വെച്ചാൽ കുതിരയുടെ ഇരുമ്പ് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള കുതിരയുടെ ലാടവും, കൂടാതെ കുതിരയുടെ മുതുകിൽ തൂക്കിയിടുന്ന ഇരുമ്പ് ചവിട്ടുപടിയെ വിളിക്കുന്ന പേരാണ് അയൺ സിറപ്പ് എന്ന് പറയുന്നത്. ഇവ രണ്ടും യുദ്ധരംഗത്ത് വലിയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമായി തീർന്നു. അടുത്ത ഭാഗത്തിൽ നമ്മൾ ഇനി മനസ്സിലാക്കുന്നത് മെറ്റലർജി കഴിഞ്ഞു അടുത്ത മൈനിങ്ങിനെ കുറിച്ചാണ്. മൈനിങ്ങിന്റെ പാർട്ടാണ് ഇനി മനസ്സിലാക്കുന്നത്. ഖനനത്തെ കുറിച്ചാണ് അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത്. കോപ്പർ ആൻഡ് ജെംസ് വെയർ മൈൻഡ് ഫ്രം രാജസ്ഥാൻ ആൻഡ് ഗോൾക്കൊണ്ട റെസ്പെക്റ്റീവ്ലി. അപ്പോൾ കോപ്പർ അതുപോലെ തന്നെ ചെമ്പും അതുപോലെ ജെംസ് എന്ന് വെച്ചാൽ ഈ രത്നം. അപ്പോൾ കോപ്പർ ആൻഡ് ജെംസ് ആൻഡ് വെയർ മൈൻഡ് ഫ്രം രാജസ്ഥാൻ ആൻഡ് ഗോൾക്കൊണ്ട റെസ്പെക്റ്റീവ്ലി. അപ്പോൾ കോപ്പർ കളക്ട് ചെയ്തിരുന്നത് രാജസ്ഥാനിലാണ്. നമ്മൾ കഴിഞ്ഞ 8ാം ക്ലാസ്സിലെ മനസ്സിലാക്കിയതാണ്. രാജസ്ഥാനിലെ ഖേത്രി ഖനിയിൽ നിന്നും, പ്രത്യേകിച്ച് രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യമായിരുന്നു. 8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിൽ മനസ്സിലാക്കിയ കാര്യമാണ്. രാജസ്ഥാനിലെ ഖേത്രി ഖനിയിൽ നിന്ന് കോപ്പറും അതുപോലെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ടിന്നും കളക്ട് ചെയ്ത് ഇത് രണ്ടും കൂടെ സംയോജിപ്പിച്ചുകൊണ്ടാണ് വെങ്കലം അഥവാ ബ്രോൺസ് നിർമ്മിച്ചിരുന്നത് നമ്മൾ മനസ്സിലാക്കിയാണ്. അതേ പോയിന്റ് തന്നെയാണ് ഇവിടെ പറയുന്നത്. കോപ്പർ കളക്ട് ചെയ്ത് എവിടെ നിന്നാണ്? രാജസ്ഥാനിൽ നിന്നും. ജെംസ് കളക്ട് ചെയ്ത് ഗോൾക്കൊണ്ടയിൽ നിന്നുമാണ്. കോപ്പർ ആൻഡ് ജെംസ് വെയർ മൈൻഡ് ഫ്രം രാജസ്ഥാൻ ആൻഡ് ഗോൾക്കൊണ്ട റെസ്പെക്റ്റീവ്ലി. അപ്പം നമ്മൾ രണ്ട് കാര്യം ഇവിടെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഒന്ന് ലോഹ സംസ്കരണത്തെക്കുറിച്ചും മറ്റൊന്ന് ഖനന വ്യവസായത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ കോപ്പർ ആൻഡ് ജെംസ് വെയർ മൈൻഡ് ഫ്രം രാജസ്ഥാൻ ആൻഡ് ഗോൾക്കൊണ്ട റെസ്പെക്റ്റീവ്ലി. ഇനി അടുത്ത ഭാഗമാണ് സാൾട്ട് പ്രൊഡക്ഷൻ വാസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഓക്യുപ്പേഷൻ ദാറ്റ് ത്രൈവ്ഡ് മച്ച് ഇൻ ദിസ് പീരീഡ്. ഈ കാലഘട്ടത്തിൽ വളർന്ന് വികസിച്ച മറ്റൊരു വ്യവസായമാണ് ഉപ്പ് നിർമ്മാണം. ഉപ്പ് നിർമ്മാണമായിരുന്നു വികാസം പ്രാപിച്ച മറ്റൊരു പ്രധാനപ്പെട്ട തൊഴിൽ എന്നത്. Salt production was another important occupation that thrived much in this period. Seashore, salt rocks, salt lakes were the major source of salt. അപ്പോൾ ഉപ്പിൻ്റെ പ്രധാനപ്പെട്ട ഉറവിടങ്ങളാണ്
കടൽ തീരങ്ങൾ, സീഷോർ, അതുപോലെ തന്നെ സാൾട്ട് റോക്സ്, ഉപ്പുപാറകൾ, ഉപ്പ് തടാകങ്ങൾ, സാൾട്ട് ലേക്സ്, ഇവയൊക്കെ ഉപ്പിൻ്റെ പ്രധാനപ്പെട്ട സ്രോതസ്സുകളായിരുന്നു. വെസ്റ്റ് പഞ്ചാബ്, സാമ്പാർ ഇൻ രാജസ്ഥാൻ വേർ ചീഫ് സാൾട്ട് പ്രൊഡ്യൂസിംഗ് സെന്റേഴ്സ്, പ്രധാനപ്പെട്ട ഉപ്പ് നിർമ്മാണ കേന്ദ്രങ്ങളായിരുന്നു പശ്ചിമ പഞ്ചാബും അതുപോലെ രാജസ്ഥാനിലെ സാമ്പാറും. പശ്ചിമ പഞ്ചാബും രാജസ്ഥാനിലെ സാമ്പാറുമായിരുന്നു പ്രധാനമായിട്ട് ഉപ്പ് നിർമ്മാണ കേന്ദ്രങ്ങളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഉപ്പ് നിർമ്മാണത്തെക്കുറിച്ചാണ്. അവസാനത്തെ ഭാഗത്തിൽ പറഞ്ഞത് സാൾട്ട് പ്രൊഡക്ഷൻ വാസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഒക്യുപ്പേഷൻ ദാറ്റ് ത്രൈവ്ഡ് മറ്റ് ഇൻ ദിസ് പീരീഡ്. ഈ കാലഘട്ടത്തിൽ വളർന്ന് വികാസം പ്രാപിച്ച മറ്റൊരു പ്രധാനപ്പെട്ട തൊഴിലായിരുന്നു ഉപ്പ് നിർമ്മാണം. അപ്പോൾ ഉപ്പിൻ്റെ പ്രധാനപ്പെട്ട ഉറവിടങ്ങൾ, മേജർ സോഴ്സസ് ഏതൊക്കെയാണ്? സീഷോർ, അതായത് കടൽ തീരം, സാൾട്ട് റോക്സ്, ഉപ്പുപാറകൾ, അതുപോലെ സാൾട്ട് ലേക്സ്, ഉപ്പ് തടാകങ്ങൾ എന്നിവ പ്രധാനപ്പെട്ട ഇതിൻ്റെ സ്രോതസ്സുകളായിരുന്നു. ഈ പ്രധാനമായിട്ട് ഉപ്പ് നിർമ്മാണം നടത്തിയിരുന്ന സ്ഥലങ്ങൾ വെസ്റ്റ് പഞ്ചാബും സാമ്പാറും രാജസ്ഥാനുമാണ്. രാജസ്ഥാനിലെ സാമ്പാറുമായിരുന്നു വേർ ദ ചീഫ് സാൾട്ട് പ്രൊഡ്യൂസിംഗ് സെൻറ്റേഴ്സ്. അപ്പോൾ ഇവിടെ പറഞ്ഞ നമ്മൾ ഈ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞ കാർഷിക വൃത്തിയെ കൂടാതെ ജനങ്ങൾ ചേർന്ന മറ്റു തൊഴിലുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. ആദ്യം കാർഷിക വൃത്തിയോടനുബന്ധിച്ച് തന്നെ എന്തുകൂടെ വളർന്നു വന്നു? ധാരാളം ചെറുകിട വ്യവസായങ്ങൾ വളർന്നു വന്നു. അതിന് ഉദാഹരണം കൂടി ഇവിടെ വ്യക്തമാക്കി. ഓയിൽ സീഡ്സ്, ഷുഗർ കെയിൻ, ഇൻഡിഗോ, കോട്ടൺ, ഇതെല്ലാം ഈ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിലേക്ക് നയിച്ചു. അത് ഏതൊക്കെയാണെന്ന് എടുത്തു പറയുന്നു. എഡിബിൾ ഓയിൽ, ജാഗറി, വീവിംഗ് ആൻഡ് ഡൈയിങ് ഇതിലേക്ക് നയിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വീവിങ്. പിന്നെ വീവിങ്ങിന് പുരോഗതി ആർജിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമായി തീർന്നത് ചർക്കയുടെ ഉപയോഗമായിരുന്നു. ചർക്ക ഇന്ത്യയിൽ എത്തിയത് 14-ാം നൂറ്റാണ്ടിലാണ്. ചർക്ക ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്ത് എവിടെ നിന്നാണ്? ചൈനയിൽ നിന്നാണ്. ഈ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന ചർക്കയുടെ ഉപയോഗത്തോടു കൂടി ഇന്ത്യയിലെ പ്രൊഡക്ഷൻ നൂൽക്കുന്നതിൻ്റെ ഉൽപ്പാദനം 6 മടങ്ങ് വർദ്ധിക്കുന്നതിന് കാരണമായി തീർന്നു. കൂടാതെ വീവിങ്ങിനോടൊപ്പം, അതായത് സ്പിന്നിങ്ങിനോടൊപ്പം തന്നെ, സ്പിന്നിങ് എന്ന് വെച്ചാൽ നൂൽപ്പിനോടൊപ്പം തന്നെ നെയ്ത്തും കാലഘട്ടത്തിൽ വളർന്ന് വികസിച്ചു. പിന്നെ കൈത്തറിയുടെ ഉപയോഗം, ഈ ചവിട്ടി പ്രവർത്തിക്കുന്ന തറിയുടെ ഉപയോഗത്തോടു കൂടി തുണി നിർമ്മാണ രംഗത്ത് വളരെയധികം മാറ്റം ഉണ്ടാക്കുന്നതിന് കാരണമായി തീർന്നു. പിന്നെ പട്ടുനൂൽ പുഴുക്കളിൽ നിന്ന് പട്ടുനൂൽ ഉണ്ടാക്കുന്ന സാങ്കേതിക വിദ്യ ഇക്കാലഘട്ടത്തിലാണ് പ്രചാരം നേടിയത്. 14-ാം നൂറ്റാണ്ടിൽ ബംഗാളിലാണ് ഇത് ആരംഭിച്ചു തുടങ്ങിയത്. പിന്നെ അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഓഫ് കാർപ്പറ്റ് ആൻഡ് പേപ്പർ, കാർപ്പറ്റ്, പരവതാനി, കടലാസ് എന്നിവയുടെ നിർമ്മാണമായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട തൊഴിൽ. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന പരവതാനികൾക്ക് വിദേശ രാജ്യങ്ങൾ വളരെയധികം ജനപ്രിയമായിരുന്നു. ഇന്ത്യയിൽ പേപ്പർ ഉപയോഗിക്കാൻ തുടങ്ങിയത് 13-ാം നൂറ്റാണ്ടിലാണ്. അടുത്ത ഭാഗം എന്ന് പറയുന്നത് മെറ്റലർജിയെക്കുറിച്ചും മൈനിങ്ങിനെ കുറിച്ചുമാണ്. ആദ്യം പറയുന്നത് മെറ്റലർജിയെക്കുറിച്ചാണ്. മെറ്റലർജി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ലോഹ സംസ്കരണത്തെക്കുറിച്ചാണ്. ലോഹ സംസ്കരണത്തിൽ ഏർപ്പെട്ടിരുന്നവർ പ്രധാനമായിട്ടും കാർഷികോപകരണങ്ങളും യുദ്ധോപകരണങ്ങളുമാണ് ഉണ്ടാക്കിയിരുന്നത്. അഗ്രികൾച്ചർ ടൂൾസും വാർ എക്യുപ്മെൻസുമാണ് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ അതുകൂടാതെ ഹോഴ്സ് ഷൂ, അയൺ സിറപ്പ്. ഹോഴ്സ് ഷൂ എന്ന് വെച്ചാൽ കുതിരയുടെ ലാടവും അതേപോലെ തന്നെ കുതിരയുടെ മേളിൽ കയറി പോകുന്നതിനായിട്ടുള്ള ഒരു ചവിട്ടുപടിയുമുണ്ട്. അതിനെ വിളിക്കുന്ന അയൺ സിറപ്പ്. ഇത് രണ്ട് യുദ്ധരംഗത്ത് വളരെയധികം മാറ്റം ഉണ്ടാക്കുന്നതിന് കാരണമായി തീർന്നു. പിന്നെ അതിനുശേഷം അടുത്ത ഭാഗമാണ് കോപ്പർ ആൻഡ് ജെംസ്. കോപ്പറും ജെംസും കളക്ട് ചെയ്തിരുന്നത് എവിടെ? ഗോൾക്കൊണ്ടയിൽ നിന്നും. കോപ്പർ കളക്ട് ചെയ്തിരുന്നത് രാജസ്ഥാനിൽ നിന്നും, ഗോൾക്കൊണ്ടയിൽ നിന്ന് കളക്ട് ചെയ്തിരുന്നത് ജെംസുമാണ്. അതിനുശേഷം അടുത്ത പാർട്ടാണ് ഉപ്പ് നിർമ്മാണമായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വ്യവസായം എന്ന് പറയുന്നത്. ഉപ്പ് തടാകങ്ങൾ, ഉപ്പ് പാറകൾ, കടൽ തീരങ്ങൾ ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ പശ്ചിമ പഞ്ചാബും അതുപോലെ തന്നെ രാജസ്ഥാനിലെ സാമ്പാറുമായിരുന്നു ഉപ്പ് നിർമ്മാണ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായിട്ട് കണക്കാക്കിയിരുന്നത്.